നമസ്തേ. മനുസ്മൃതിയിലെ ഒരു ശ്ലോകം ചൂണ്ടിക്കാട്ടി സ്ത്രീ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്ത രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഉയരുന്നത് മറ്റൊരു ചോദ്യം. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുന്നത് മനുസ്മൃതി മാത്രമാണോ? മനുസ്മൃതിയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന് പിന്നാലെ ശശികല ടീച്ചറുടെ രൂക്ഷ പ്രതികരണം, യോഗി ആദിത്യനാഥിന്റെ വിമർശനം, സ്മൃതി ഇറാനിയുടെ വനിതാ സംവരണം, വന്ദേ മാതരം ചേർത്തുള്ള രാഷ്ട്രീയ തിരിച്ചടി. വിവാദം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വേദിയിലെത്തിയ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന തനിക്ക് മതത്തിന്റെ പേരിലുള്ള നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നുവെന്നായിരുന്നു പെൺകുട്ടിയുടെ തുറന്നുപറച്ചിൽ. അപ്പോൾ ചോദ്യം ഇതാണ്: സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ച മനുസ്മൃതിയെ മാത്രം ചുറ്റിപ്പറ്റിയാൽ മതിയോ? ഇന്നും സ്ത്രീകളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും മതപരവുമായ നിയന്ത്രണങ്ങളെക്കുറിച്ചും അതേ ശക്തിയിൽ സംസാരിക്കേണ്ടതില്ലേ? ഇതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ രാഷ്ട്രീയവും സാമൂഹികവുമായ ചോദ്യം. മനുസ്മൃതിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സ്ത്രീ ശൈശവത്തിൽ പിതാവിന്റെയും യൗവനത്തിൽ ഭർത്താവിന്റെയും സംരക്ഷണത്തിലായിരിക്കണമെന്ന് മനുസ്മൃതി പറയുന്നു. പുരുഷൻ മരിച്ചാൽ അവൾ പുത്രന്മാരുടെ സംരക്ഷണത്തിലായിരിക്കണം. ഒരു സ്ത്രീയും ഒരിക്കലും സ്വതന്ത്രയായിരിക്കരുത്. ഇത് മനുസ്മൃതിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഉദ്ധരണിയാണ്. ഈ വാക്കുകൾ അപമാനകരമാണ്. ഈ വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തവയാണ് എന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. രാഹുലിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ നിരവധി ആളുകളാണ് പ്രതികരിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ശശികല ടീച്ചർ പ്രതികരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതൊന്ന് വായിക്കാം. മനുസ്മൃതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ശ്ലോകമല്ലേ ആകെ അറിയൂ. പിതാരക്ഷതി കൗമാരെ, ഇന്ദിരാ നെഹ്റുവിനെ രക്ഷപ്പെടുത്തി ഇന്ദിരാഗാന്ധി എന്ന ഏകാധിപതിയാക്കി വളർത്തിയത് നെഹ്റു എന്ന പിതാവല്ലേ ഗാന്ധിക്കുട്ട. ഭർത്തോരക്ഷതി യൗവനെ, ബാർ ഡാൻസറിൽ നിന്നും ഇന്ത്യയെ അറിയാതെ, ഇന്ത്യക്കാരെ അറിയാതെ, ഇന്ത്യൻ ഭാഷകൾ അറിയാതെ, ഇന്ത്യൻ രാഷ്ട്രീയം അറിയാതെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലേക്ക് എത്തത്തക്ക വിധം സ്വന്തം ഭാര്യയെ ഇന്ത്യയുടെ മഹാറാണിയാക്കി രക്ഷിച്ചുയർത്തിയത് യൗവനത്തിൽ കണ്ടെത്തിയ രാജീവ് എന്ന ഭർത്താവല്ലേ ഗാന്ധിക്കുട്ട. പുത്രോരക്ഷതി വാർദ്ധക്യെ, ഈ വാർദ്ധക്യത്തിലും ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോലും അറിയാത്ത സ്വന്തം അമ്മയെ എൻ്റെ അമ്മ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ രക്ഷിച്ചു നിർത്തുന്നത് പുത്രൻ എന്ന താങ്കളല്ലേ ഗാന്ധിക്കുട്ട. നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഗാന്ധിക്കുട്ടൻ കണ്ട സ്വാതന്ത്ര്യമല്ല അത്. ആദ്യത്തെ 3 വരിയുമായി ചേർത്ത് വായിക്കൂ. ഭർത്താവാണെങ്കിലും പിതാവാണെങ്കിലും പുത്രനാണെങ്കിലും രക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ശിക്ഷിക്കുക എന്നല്ല. ഗാന്ധിക്കുട്ട, താങ്കൾ MP ആയിരുന്ന താങ്കളുടെ പെങ്ങൾ MP ആയ കേരളത്തിൽ അഭ്യസ്തവിദ്യയായ ഒരു വനിതാ ഡോക്ടർ തെരുവിൽ കിടന്നു. നീതിക്കായി അലറിയത് കേട്ടിരുന്നു. അവരെ വീട്ടിൽ പോലും കയറ്റാതെ അത്തരത്തിൽ നിർത്തിയത് മനുസ്മൃതിയാണോ? കണ്ണും മൂക്കും അടക്കം ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞു നടക്കുന്ന സ്ത്രീകളെ കേരളത്തിൽ ഗാന്ധിക്കുട്ടൻ കണ്ടിട്ടില്ലേ? മനുസ്മൃതിയാണോ കാരണം? 4 ഭാര്യമാർക്കിടയിൽ നരകിച്ചു കഴിയുന്ന സ്ത്രീകളെ ഗാന്ധിക്കുട്ടൻ അറിയുമോ? മനുസ്മൃതിയാണോ കാരണം? വേദിയിൽ കയറാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? മനുസ്മൃതിയാണോ കാരണം? പാട്ടുപാടാൻ പാടില്ല, നൃത്തം ചെയ്യാൻ പാടില്ല, ഡ്രൈവിംഗ് ചെയ്യാൻ പാടില്ല, പൊതുസ്ഥലത്ത് പോകാൻ പാടില്ല, അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല എന്ന വിധിവിലക്കുകൾ മൈക്കിലൂടെ അലറുന്നത് കേട്ടിട്ടുണ്ടോ? മനുസ്മൃതിയാണോ കാരണം? കേരളത്തിൽ വരുമ്പോൾ രാത്രികാലങ്ങളിൽ നടക്കുന്ന മതപ്രഭാഷണ വേദികൾ നിരീക്ഷിക്കുക. പുരുഷന്റെ കൂടെ ഇരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ ദൂരെ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന് മതപ്രഭാഷണം കേൾക്കുന്ന സ്വതന്ത്രരായ സ്ത്രീകളെ ഗാന്ധിക്കുട്ടന് കാണാം. മനുസ്മൃതിയാണോ കാരണം? ഇന്ത്യയിൽ പണ്ടൊരു പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് വിവാഹമോചിതയായ ഒരു പ്രത്യേക മതത്തിലെ സ്ത്രീക്ക് ജീവനാംശം പോലും കൊടുക്കണ്ട എന്ന പ്രത്യേക നിയമം ഉണ്ടാക്കിയത് ഗാന്ധിക്കുട്ടന് അറിയാമോ? മനുസ്മൃതി അനുസരിച്ചായിരുന്നോ ആ നിയമം? ഇന്നത്തെ കാലത്തും ടോയ്ലറ്റ് പേപ്പർ വലിച്ചെറിയുന്ന ലാഘവത്തോടെ കോടതി അറിയാതെ ജീവനാംശം കൊടുക്കാതെ ഭാര്യമാരെ വലിച്ചെറിഞ്ഞിരുന്നതിനെതിരെ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയത് ഗാന്ധിക്കുട്ടൻ അറിയാമോ? അതിന് മുൻകൈയെടുത്തത് മനുസ്മൃതി പഠിച്ച മറ്റൊരു പ്രധാനമന്ത്രിയായിരുന്നു എന്നതും അറിയാമോ? മനുസ്മൃതി അറിയാവുന്നവരുടെ ഇടയിൽ ഒരു കുട്ടിയും എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞതിന് കഴുത്തിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയിട്ടില്ല എന്നത് ഗാന്ധിക്കുട്ടന് അറിയാമോ? ഗാന്ധിക്കുട്ടന്റെ സായിപ്പന്മാരുടെ മണ്ണിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു വനിതയെ ദേശീയ സംഘടനയുടെ പ്രസിഡന്റ് ആക്കിയത് മനുസ്മൃതി പഠിച്ചവരാണ് എന്നത് അറിയാമോ? ഒരു വിധവയെ, അതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാതിരുന്ന ഒരു സ്ത്രീയെ, ഒരു ബൂത്ത് കമ്മിറ്റിയിൽ പോലും പ്രവർത്തിച്ച് ശീലമില്ലാത്ത ഒരു സ്ത്രീയെ, ഒരു മുദ്രാവാക്യം പോലും ഒരിക്കലും വിളിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കി ഹൈക്കമാൻഡ് ആക്കിയത് മനുസ്മൃതി പിറന്ന, മനുസ്മൃതി പഠിച്ച ഈ മണ്ണിലാണ് എന്നത് അമ്മയ്ക്കും മകനും അറിയാമോ? വിസ്താര ഭയത്താൽ നിർത്തുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ മനുസ്മൃതി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥും രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യയുടെ പാരമ്പര്യങ്ങളെയും പൈതൃകത്തെയും ബഹുമാനിക്കാനും ഉത്തരവാദിത്തമുണ്ടെന്ന് റായ്ബറേലിയിൽ സംസാരിച്ച മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു.
അടുത്തിടെ റായ്ബറേലിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗം രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന ഞാൻ വായിക്കുകയായിരുന്നു. മനുസ്മൃതിയുടെ ചങ്ങലകളിൽ നിന്ന് സ്ത്രീകൾ മോചിതരാകണമെന്ന് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു പ്രസ്താവന നടത്തി. രാഹുൽ ഗാന്ധി എന്ന വ്യക്തി എന്ന നിലയിൽ രാജ്യത്തിന് നിങ്ങളിൽ നിന്ന് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. വാസ്തവത്തിൽ അതിന് യാതൊരു പ്രതീക്ഷകളുമില്ല. എന്നാൽ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാജ്യത്തിന്റെ ജനാധിപത്യത്തോടുള്ള ഉത്തരവാദിത്തം നിങ്ങളുടെ സ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയുടെ പാരമ്പര്യങ്ങളെയും പൈതൃകത്തെയും അവഹേളിക്കുന്നത് നിങ്ങളുടെ ജന്മാവകാശമാണെന്ന് നിങ്ങൾ കരുതുന്നതായി തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു പരാമർശവും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് വേദികളിൽ പ്രസംഗിക്കുന്നതിന് പകരം വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിൽ പ്രതിപക്ഷം സഹകരിക്കണമെന്ന ആവശ്യവുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി സ്മൃതി ഇറാനി രംഗത്ത് വന്നു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും രാഷ്ട്രീയ പങ്കാളിത്തത്തിനും വേണ്ടി സംസാരിക്കുന്നുവെങ്കിൽ മോദി സർക്കാർ കൊണ്ടുവന്ന 33% വനിതാ സംവരണം വേഗത്തിൽ നടപ്പാക്കുന്നതിന് രാഹുൽ ഗാന്ധി പിന്തുണ നൽകണമെന്നാണ് സ്മൃതി ഇറാനിയുടെ ആവശ്യം. സ്ത്രീകളാണ് ഭാരതത്തിന്റെ ശക്തിയെന്നും സ്ത്രീകൾ സ്വന്തം ഇടത്തിനായി പോരാടണമെന്നും പുരുഷാധിപത്യത്തെ തകർക്കണമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ശനിയാഴ്ചത്തെ പ്രസ്താവന. എന്നാൽ ഈ നിലപാട് ആത്മാർത്ഥമാണെങ്കിൽ അത് പ്രസ്താവനകളിൽ ഒതുങ്ങാതെ വനിതാ സംവരണ നിയമം നടപ്പാക്കുന്നതിനുള്ള രാഷ്ട്രീയ സഹകരണമായി മാറണമെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 33% വനിതാ സംവരണത്തിനുള്ള നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. സംവരണം വേഗത്തിൽ നടപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം പ്രധാനമന്ത്രി നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. അതേസമയം വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവാദത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് സ്മൃതി ഇറാനിയുടെ വന്ദേമാതരം പരാമർശം. കോൺഗ്രസ് ആസ്ഥാനത്ത് ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കാൻ രാഹുൽ ഗാന്ധി നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വന്ദേമാതരത്തിൽ ശക്തിയുടെ പ്രതീകമായി ദുർഗാദേവിയെ അവതരിപ്പിക്കുന്നതിനെ ചൂണ്ടിക്കാട്ടിയാണ് സ്ത്രീകളുടെ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്ന താല്പര്യത്തിന്റെ ആത്മാർത്ഥത സ്മൃതി ഇറാനി ചോദ്യം ചെയ്തത്. ഇവിടെ സ്മൃതി ഇറാനിയുടെ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം രാഹുൽ ഗാന്ധിയുടെ സ്ത്രീ ശാക്തീകരണം എന്ന രാഷ്ട്രീയ സന്ദേശവും അതിനെ പിന്തുണയ്ക്കുന്ന പ്രായോഗിക നടപടികളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു വശത്ത് രാഹുൽ ഗാന്ധി സ്ത്രീകളുടെ രാഷ്ട്രീയ സാമൂഹിക പങ്കാളിത്തത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അതിനെ വനിതാ സംവരണ നിയമവും ബന്ധിപ്പിച്ചാണ് BJP തിരിച്ചടി നൽകുന്നത്. അതായത് സ്ത്രീകൾക്കായി സംസാരിക്കുന്നത് മാത്രം മതിയോ, നിയമം നടപ്പാക്കാൻ രാഷ്ട്രീയമായി സഹകരിക്കുമോ എന്ന ചോദ്യമാണ് സ്മൃതി ഇറാനി ഉയർത്തുന്നത്. ഇതോടൊപ്പം വന്ദേമാതരത്തെക്കുറിച്ചുള്ള പരാമർശവും രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ്. സ്ത്രീ ശക്തിയുടെ പ്രതീകാത്മകതയും ദേശീയതയുടെ രാഷ്ട്രീയവും ഒരുമിച്ച് ഉപയോഗിച്ച് കോൺഗ്രസിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമായാണ് ഇതിനെ കാണാനാവുക. അതിനാൽ തന്നെ ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രതികരണം മാത്രമല്ല. സ്ത്രീ ശാക്തീകരണം, വനിതാ സംവരണം, ദേശീയത ഈ 3 വിഷയങ്ങളെയും ഒരേ രാഷ്ട്രീയവാദത്തിലേക്ക് കൂട്ടിച്ചേർത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ BJP ഉയർത്തുന്ന പ്രത്യാക്രമണമാണ് സ്മൃതി ഇറാനിയുടെ ഈ പ്രസ്താവന. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനെയും രാഹുൽ സ്ഥിരമായി വിമർശിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മനുസ്മൃതിക്കെതിരെ രാഹുൽ മുറവിളി കൂട്ടുന്നതിനിടെ ആ വേദിയിലെത്തിയ, അതായത് ചാത്രോൺ കി ഗൂഞ്ച് എന്നൊരു പരിപാടിയായിരുന്നു, ആ വേദിയിലെത്തിയ മുസ്ലിം പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധ നേടുന്നത്. തന്റെ പഠനത്തിനായുള്ള ശ്രമങ്ങളിൽ നേരിട്ട ബുദ്ധിമുട്ടുകളെയും സാമൂഹ്യ നിയന്ത്രണങ്ങളെയും കുറിച്ചായിരുന്നു മുസ്ലിം പെൺകുട്ടി തുറന്നു പറഞ്ഞത്. സൈബർ സുരക്ഷാ കോഴ്സ് പഠിക്കുന്ന പെൺകുട്ടി പാർട്ട് ടൈമായി ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കടുത്ത സാമൂഹിക വിധിന്യായങ്ങളും നിയന്ത്രണങ്ങളും താൻ നേരിടേണ്ടി വരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചതിനു ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. മാതാപിതാക്കൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മതത്തിന്റെ വേലിക്കെട്ടുകൾ തകർക്കാനാകുന്നില്ലെന്നും പെൺകുട്ടി രാഹുലിനോട് പറഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ആ പെൺകുട്ടിയെ ചാക്കിൽ കയറ്റിയത് മനുസ്മൃതിയാണോ രാഹുലെ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മനുസ്മൃതിയാണല്ലോ ഇതിനെല്ലാം കാരണക്കാരനെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. എന്നാലും മനുസ്മൃതിയെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഒരു രാഷ്ട്രീയവാദത്തിൽ ഒതുങ്ങാതെ ഇന്ത്യയിലെ സ്ത്രീ സ്വാതന്ത്ര്യം, മതപരമായ നിയന്ത്രണങ്ങൾ, രാഷ്ട്രീയ പ്രാതിനിധ്യം, സാമൂഹിക നീതി എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു പ്രത്യേക ഗ്രന്ഥത്തിലെ വരികൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ വിലയിരുത്തുന്നതും അതുപോലെ തന്നെ മറ്റെല്ലാ സാമൂഹിക മത നിയന്ത്രണങ്ങളെയും കാണാതെ പോകുന്നതും ഒരുപോലെ അപൂർണമാണെന്ന വാദമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അത് രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. ഏത് മതത്തിലായാലും ഏത് സമൂഹത്തിലായാലും സ്ത്രീയുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും രാഷ്ട്രീയ പങ്കാളിത്തത്തിനും തടസ്സമാകുന്ന എല്ലാ നിയന്ത്രണങ്ങളെയും ഒരേ മാനദണ്ഡത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഇനി ചോദ്യം രാഹുൽ ഗാന്ധിയോടോ BJPയോടോ മാത്രമല്ല, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും സമൂഹത്തോടുമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടസ്സം എന്താണ്? മനുസ്മൃതിയെക്കുറിച്ചുള്ള രാഹുലിന്റെ വിമർശനം ശരിയാണോ?
അതോ സ്ത്രീകളെ നിയന്ത്രിക്കുന്ന മറ്റു സാമൂഹിക മതപരമായ ചട്ടങ്ങളെയും ഒരുപോലെ ചോദ്യം ചെയ്യണം? നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.